നമുക്ക് ചില വിശ്വാസങ്ങളുണ്ടല്ലേ. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വന്ന് ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിച്ചുകൊണ്ട് നമ്മളങ്ങ് നടക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ വരും അതൊക്കെ കർമ്മദോഷമാണ്, മുൻജന്മങ്ങളിൽ ചെയ്തതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിലും അനുഭവിക്കുന്നത് എന്ന്. ജീവിതത്തിൽ ഒരു കാലത്തും രക്ഷപ്പെടാണ്ടിരിക്കുന്നവർ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു കാര്യമാണിത്. കാരണം നമ്മൾ ഈ കർമ്മ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരനുഭവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പറയുന്ന ഉണ്ടെങ്കിലും അത് തെളിയിക്കാൻ സാധിച്ചിട്ടും ഇല്ല. കാരണം ഈ ജന്മത്തിൽ ചെയ്യുന്ന അടുത്ത ജന്മത്തിൽ അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ അടുത്തൊരു ജന്മം ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചിരുന്നവർ വന്ന് പറയണം, കഴിഞ്ഞ ജന്മത്തിലെ ആളാട്ടോ ഞാൻ, അതിൻ്റെ ബാക്കി അനുഭവിക്കാൻ വന്നതാണ് എന്നിങ്ങനെയൊക്കെ പറയാൻ പറ്റും അല്ലേ. അതുപോലെ സാധിക്കാത്ത സമയത്ത് നമ്മൾ അതിനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് കണ്ണിൽ കണ്ടതിനെ വിശ്വസിക്കുക എന്നൊരു സത്യവും കൂടെ ഉണ്ട്. പക്ഷെ തെറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മനുഷ്യനായിരുന്നു എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയണ കേൾക്കാം. അതല്ലാതെ വേറെ ഒന്നും ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിച്ചിട്ട് അടുത്ത ജന്മത്തിലും അല്ലെങ്കിൽ കർമ്മത്തിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ എല്ലാം കർമ്മത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അനങ്ങാതെ ഇരുന്നിട്ടും ഒരു കാര്യവുമില്ല. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ജന്മം ചെയ്യുക, ഈ മണിക്കൂറുകളിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചെയ്യുക. അല്ലാതെ പിന്നീട് എല്ലാത്തിലും വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് ജീവിതം പാഴാക്കാതെ ഇരിക്കുക, സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരും. ചരിത്രകാരന്മാരെയൊക്കെ നമ്മൾ എടുത്തു നോക്കി, അല്ലെങ്കിൽ മഹാന്മാരായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാക്കളെ എടുത്തു നോക്കി, ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇല്ലാണ്ട് ഒന്നും ആരും നേടിയെടുത്തിട്ടില്ല. അത് എനിക്ക് ദുരിതമാണ് ദുഃഖമാണ് എന്നും പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക.